പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശം ഭൂമി നിറഞ്ഞിരിക്കുന്ന ബലവാനായ തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷകളും നമസ്കാരങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ ഞങ്ങളുടെ സന്തോഷത്തിന്റെ ആരംഭവും ആനന്ദത്തിന്റെ പൂർത്തീകരണവും നിന്നോടുകൂടെയും നീ മുഖാന്തരം ഉണ്ടാകുവാൻ തക്കവണ്ണം അക്ഷയമായ സന്തോഷത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ ദേഹികളും ആത്മാക്കളും നിന്നാൽ ആനന്ദിക്കുമാറാകണമേ. നിന്റെ കരുണയാൽ ഞങ്ങളുടെ ദുഃഖങ്ങൾ മായ്ക്കപ്പെടുകയും നിന്റെ ദയാൽ ഞങ്ങളുടെ സുഹൃത്തുക്കൾ വർദ്ധിക്കുകയും അനുഗ്രഹങ്ങൾ നിറഞ്ഞു കവിയുകയും ഞങ്ങളുടെ മനസാക്ഷികൾ ശ്രേഷ്ഠമായി തീരുകയും ചെയ്യണമേ. ഞങ്ങളുടെ മണവാളൻ പൂർണ്ണനും മണവാട്ടി ശ്രേഷ്ഠയുമായി തീരണമേ. നിന്റെയും ആധിപത്യത്തിൽ നിന്നെ പ്രീതിപ്പെടുത്തിയിട്ടുള്ളവരായ സർവവിശുദ്ധന്മാരുടെയും കൂട്ടത്തിൽ അക്ഷയമായ സൗഭാഗ്യാവസ്ഥയെ ഞങ്ങൾ ആനന്ദിക്കുമാറാകണമേ. ഇതൊരു പരിശുദ്ധാത്മാവാം ദൈവമേ, നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിലും നിന്റെ വത്സലന്മാരുടെ ഗണത്തിലും ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ. ഓ ശുഭഫുൽ സുബാൻ ലോൽമേ വാസികളെ സന്തോഷിപ്പിച്ചു ഭക്തർ കരുളുക കരുണാബ്ദി മശീഹ സന്തോഷം രക്ഷകനെ വൈദിക തിരുനാമത്തിൽ നൽകിയിടും മോതിരപോഷകളെ സദയം വാഴ്ത്തുക തൃക്കയ്യ മോതിരമരുളി തിരുസഭയെ മശീഹ വീട്ടപ്പോൾ പരിപാവനതരുതിരങ്ങൾ കൈകൊണ്ടാടവളും മോതിരമതിനാൽ കൊലയിലും രക്ഷിതയാ അതുപോൽ പാപവിമോചനമേ ഞങ്ങൾ നേടട്ടെ. മാറിക്കുമോ ശുഭഹുല ബോല ബറോവൽ റൂഹോ ഖാദീശോ മോലം വാദാമുൽ മോലം മീനാമേ മാനവർ വന്ദിച്ച് വാഴ്ത്തി പാടുന്ന രഹസ്യം സങ്കോചം പിതൃപുത്ര പരിശുദ്ധാത്മാവാം ദൈവമേ, ആകാശത്തെയും ഭൂമിയും ഉയരത്തെയും ആഴത്തെയും സംയോജിപ്പിച്ചതായ നിന്റെ സമാധാനം ഇപ്പോൾ പരസ്പരം സമീപിച്ചിരിക്കുന്ന ഈ ഞങ്ങളുടെ സഹോദരങ്ങളെ സംയോജിപ്പിക്കുകയും തന്മൂലമായുഷ്കാലം മുഴുവൻ പരസ്പരം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം അന്യോന്യം സ്വീകരിക്കുകയും ചെയ്തക്കൊണ്ടുമുള്ള ഐക്യമത്യം ഇവരിൽ ഉണ്ടാവുകയും ചെയ്യണമേ. ഹോശോ വബകുലസ്മാൻ ലൗൽമീ നൽകുക നന്മൊഴി മാനസമേ ഹല്ലേലൂയ സേവിക്കും ജ്ഞാനരതനയെന്നുര ചെയ്യും വർഷിച്ചാൽ ഹല്ലേലൂയ
ചാരുമുഖി പാരം നീ ശ്ലാഘിക്കും പ്രിയദേവൻ എന്താതൻ പതിനായിരമതിലുത്തമന തൻ പൂങ്കാവാണിസറായേ ശുഭ്രൻ യാക്കോബിൻ ലതലി രക്തൻ തർത്തി തൈലത്തിൽ മൃദുലൻ ലബനോത്താരകിനി പാർത്തിനിവൻ ദൈവസമൻ വിശ്വകരാനിവനെ നാം വാഴ്ത്തിയിടുന്നു. വിജാതി പുത്രിയെ തനിക്ക് സഫിയായി തിരഞ്ഞെടുത്ത് എല്ലാവിധ കളങ്കങ്ങളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും തന്റെ വിജയരക്തത്താൽ അവളെ വെടിപ്പാക്കുകയും ഭൗമിക സഭയ്ക്ക് വിവാഹം നിശ്ചയം ചെയ്ത് താൻ തന്നെ അവൾക്ക് വരനായി തീരുകയും അശുദ്ധ പിശാചുക്കളുടെ ദാസ്യത്തിൽ നിന്ന് അവളെ രക്ഷിച്ച് സർവ്വവിധ കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം നൽകുകയും ചെയ്ത സ്വർഗീയ മണവാളനെ സ്തുതിയും തൻ്റെ സഭയുടെ വിവാഹം വിരുന്നിലേക്ക് എല്ലാ വിജാതികളെയും സ്വജാതികളെയും ദീർഘദരിശിമാരെയും സ്ലിഹന്മാരെയും സകല വംശങ്ങളെയും ക്ഷണിച്ചവനായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. തൻ്റെ ദാസരുടെ മോചനവാഴ്വിൻ്റെ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും അടിയങ്ങളുടെ ഇഷ്കാലമൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും അങ്ങേക്ക് യോഗ്യമാകുന്നു. ബകുൽഹുൻ യാവോസുദ്ഹായ ഇന്നവൽ മീ. ബറക്കിമോർ മനുഷ്യരുടെ സർവജ്ഞാനത്തിൽ നിന്നുയർന്ന് അവയ്ക്ക് അതീതനായിരിക്കുന്നവനും സദാ നന്മകളിൽ സമ്പന്നനും തിന്മകളിൽ നിന്ന് വിദൂരനും ദൈവിക അനുഗ്രഹങ്ങളുടെ ഉറവയുമായ ദൈവമേ, നീ അനശ്വരമായ വെടിപ്പുള്ള മൂറോനും അനാദ്യന്തമായ നിലയിൽ എല്ലാവിധ കഷ്ടതകൾക്കും മരണത്തിനും അതീതനുമാകുന്നു. തൻ്റെ സൃഷ്ടി അലങ്കരിച്ച് ശ്രേഷ്ഠമാക്കുകയും കരുണയോടെ സഹായിക്കുകയും അതിൻ്റെ ശക്തിക്ക് തക്കവണ്ണം നിന്നിലുള്ളതായ അതിൻ്റെ വിശ്വാസത്തെ മഹാമനസ്കതയോടെ അംഗീകരിക്കുകയും ചെയ്തവൻ നീയാകുന്നു. നിന്റെ വിശുദ്ധ സഭയ്ക്ക് നശിച്ചു പോകാത്ത വിധത്തിൽ നീ അനുഗ്രഹങ്ങൾ നൽകുകയും പരിമളവാസന കൊണ്ട് ദേവോടെ അതിനെ നിറയ്ക്കുകയും ചെയ്തു. നിന്റെ ദൈവിക ഐശ്വര്യങ്ങൾ കൊണ്ട് കുറവ് വരാതിരിക്കുമാറ് നീ അതിനെ ഐശ്വര്യപ്പെടുത്തി. മഹത്വ വസ്ത്രം നീ അതിനെ ധരിപ്പിച്ച് വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും അതിനെ വിവാഹ നിശ്ചയം നടത്തി അതിനെ നിനക്ക് അവധിവാക്കി തീർക്കുകയും ശത്രുവിൻ്റെ തലയിൽ ശക്തിയോടെ ചവിട്ടുകയും ചെയ്തു. ജയകരമായ നിന്റെ ശരീരരക്തങ്ങൾ അതിന് മോചനമായിട്ട് വെടിപ്പോട് നീ നൽകിയും അതിനെ നീ സന്തോഷിപ്പിച്ച് നിന്റെ യോഗ്യതയേറിയ പ്രകാശത്താൽ മഹിമയോടെ പ്രകാശിപ്പിച്ചു. ദൈവികമായി നീ അതിനെ നൽകിയ നൽവരത്താൽ നിന്റെ കൂടെ അതിനെ വസിപ്പിച്ചു. പരിശുദ്ധ സ്നേഹന്മാർ മൂലം ക്രമമായതിന് നീ പൂർണ്ണത നൽകുകയും ചെയ്തു. ഭാര്യ ഭർത്താക്കന്മാരുടെ സന്തോഷം മോതിരങ്ങളാൽ പൂർത്തീകരിക്കപ്പെടുകയും വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നവരുടെ ആനന്ദം മോതിരങ്ങൾ കൂടി ഏകീകരിക്കുകയും ചെയ്യണമെന്ന് നിശ്ചയിച്ചവൻ നീയാകുന്നു. ദൈവമായ കർത്താവേ, നിന്റെ ബലഹീനദാസരായ ഞങ്ങൾ ആശീർവദിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളെ നീ സന്തോഷപൂർവ്വം അനുഗ്രഹിക്കണമേ. ഈ മോതിരങ്ങളെ നീ അനുഗ്രഹിക്കുകയും ശാപമായിരുന്നതിനാൽ വിശുദ്ധമായി തീരുവാൻ സംഗതിയാക്കുകയും ചെയ്യണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയുടെ മോതിരത്തെ നീ അനുഗ്രഹിച്ചതുപോലെ നിന്റെ ദൈവിക അനുഗ്രഹങ്ങളാൽ ഈ മോതിരങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനായ മണവാളനും പുത്രിയായി മണവാട്ടിയും ജ്ഞാനസമ്പൂർണരും നിറവുള്ളവരുമായി തീരുവാനിടയാക്കണമേ. കർത്താവ്, ഇവരുടെ വിവാഹം സകല മാലിന്യങ്ങളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും അകന്നിരിക്കുവാൻ കൃപയോട് നീ സംഗതിയാക്കണമേ. ദൈവമായ കർത്താവ്, ഏകത്തിലും പരത്തിലും അഭംഗമായി ഇവരെ നീ സന്തോഷിക്കുമാറാകണമേ. നശ്വരമായ മണവറയിൽ ഇവരുടെ ആയുഷ്കാലം മുഴുവനും വിവിധ തരത്തിൽ ഇവരെ അലങ്കരിക്കുകയും ഈറന്മാരും മാലാഖമാരും ഇവിടെ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്വർഗീയ മണവറയിലേക്ക് കരുണയോടെ ഇവരെ ആനയിക്കുകയും ചെയ്യണമേ. പരിപാവന സഭയിൽ മാനോത്താങ്കൾ വീട്ടൊരു നേരം ശ്രീമോഹൻ
സഭയെ നിങ്ങൾ സംരക്ഷിപ്പിൻ. മാറട്ടുമോ എങ്കോലം മാതാമുൻകോലം ഒന്നീനാമി. വിശ്വസ്തി സഭയെ ഭയമെന്തിൻ ഉള്ളിൽ ക്ലേശം ലേശം വേണ്ട. അപരനെ നീ മോഹിക്കാത്തതിനാൽ നിന്നെ ഞാനും കൈവിടുകയില്ല. ലോകത്തിനവസാനത്തിൽ പാരും വാനുമഴിഞ്ഞാൽ വാഴും നീയാവതെന്നെ താതാ മജവിമലാത്മാവിൻ ഏകം വാർത്ത നിന്നോടോസ. തന്റെ കരുണയാലും ബഹുലമായ കൃപയാലും ഈ മോതിരങ്ങളെ ആശീർവദിക്കുന്ന പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. വിശുദ്ധ സഭാസന്താനങ്ങളുടെ സന്തോഷ പൂർത്തീകരണത്തിനായി പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ ഈ മോതിരങ്ങൾ ആശീർവദിക്കപ്പെട്ടിരിക്കുന്നു. ഭസ്മോദാബോ ഉദാബ്രോ വദ്രുഹായോഗാദീശോ. കരുണയോടെ നിങ്ങളിലേക്ക് നീട്ടപ്പെടുകയും നിന്റെ വിവാഹ നിശ്ചയത്തിലുള്ള ഈ മോതിരത്തോടുകൂടി അവിടുത്തെ കൃപയും അനുഗ്രഹവും നിനക്ക് ലഭിക്കുകയും ചെയ്യട്ടെ. കൃപ നിറഞ്ഞതും അനുഗ്രഹപ്രദവുമായി വലത് കൈ ആയുഷ്കാലം മുഴുവൻ നിന്നോടുകൂടി ഉണ്ടായിരുന്ന് നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ അനുഗ്രഹപൂർണമായ വലത് കൈ അദൃശ്യമായി നിങ്ങളിലേക്ക് നീട്ടപ്പെടുകയും വിശുദ്ധ സ്ലീഹന്മാരിൽ നിന്ന പോലെ ആചാര്യന്മാരുടെ കൈകളിൽ നിന്ന് നിന്റെ വിവാഹ നിശ്ചയത്തിലുള്ള ഈ മോതിരം നീ പ്രാപിക്കുകയും ചെയ്യട്ടെ. ആത്മശരീരങ്ങളുടെ സ്വസ്ഥതയോടും ഹൃദയ സന്തോഷത്തോടും കൂടെ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും നീ സ്തുതി കരയേറ്റുകയും ചെയ്യുമാറാകട്ടെ. വിശുദ്ധ സഭയുടെ സന്തോഷത്തെ തന്റെ മശിഹ മൂലം പൂർത്തീകരിച്ച ദൈവമായ കർത്താവ് പരസ്പരം വിവാഹം നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന നമ്മുടെ മക്കളെ സത്യത്തിലും നീതിയിലും പരിപൂർണമാക്കുകയും ഇവർ ധരിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളോടുകൂടി സ്വർഗീയ അനുഗ്രഹങ്ങൾ ഇവർക്ക് നൽകുകയും പരിഭാഗതയാൽ ഇവരെ അലങ്കരിക്കുകയും വിനയത്താൽ ഇവരെ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. ഇസ്ഹാക്കിന്റെയും റബേക്കയുടെയും വിവേക നിശ്ചയത്തെ സ്വർണ്ണാഭരണത്താൽ പൂർത്തിയാക്കിയതുപോലെ ഇവരെ നീതിയാകുന്ന മോതിരങ്ങൾ കൊണ്ട് പൂർണ്ണരാകട്ടെ. മണവാളനെ തന്റെ രക്ഷയാൽ ആനന്ദിപ്പിക്കുവാനും മണവാട്ടിയെ ശാശ്വതവും അക്ഷയവും മനോഹര ഭൂഷണങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങളെക്കാൾ മഹിമയേറിയ വെടിപ്പിൻ മുദ്ര കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടുമാറാകട്ടെ. ഇവരുടെ അന്യോന്യ ബന്ധവും ചർച്ചയും തന്റെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ വളർച്ചയ്ക്കും ഒതുക്കുവാൻ ദൈവമായ കർത്താവ് സംഗതിയാക്കട്ടെ. സകല കപട സ്നേഹത്തെ ഇവരിൽ നിന്ന് നീക്കിക്കളയുകയും അന്യോന്യം സ്നേഹിപ്പാനായി സ്നേഹാഗ്നി കൊണ്ട് അവരുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യം കൊണ്ട് ഇവരെ അലങ്കരിക്കുമാറാകട്ടെ. സുരഭനങ്ങളായ ശൂഷാന പുഷ്പങ്ങളാൽ സൗരഭ്യമേറെ പരിഭാഗതയാൽ ഇവരുടെ മനസാക്ഷിയെ നയിക്കുവാൻ സംഗതിയാകട്ടെ. മനുഷ്യവർഗത്തെ വിദ്വേഷിക്കുന്ന അസൂയാലുക്കളായ ദുഷ്ടമനുഷ്യരുടെ കൈകളിൽ നിന്ന് ദൈവം ഇവരെ സംരക്ഷിച്ചു കൊള്ളട്ടെ. പാവനമായ വിവാഹത്തിൽ നിർമ്മല മാർഗത്തെ വഷളാക്കുന്ന ദുഷ്ടാത്മാവിനെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. കർത്താവ് തന്റെ സന്നിധിയിൽ നിന്ന് നല്ല കാലങ്ങളും അനുഗ്രഹ സമ്പൂർണമായ സംവത്സരങ്ങൾ ഇവർക്ക് നൽകുമാറാകട്ടെ. സഭയാ തിരുസഭയാമീ ഞാൻ അത്യുന്നതനുടെ മണവാട്ടി പാവന സഭ ചൊന്നിടുന്നു എൻ വരദേവൻ ഞാൻ ധന്യ വന്ദിക്കുന്നേൻ വന്നെന്നെ വേട്ടൊരു മണവാളൻ തന്നെ
സൃഷ്ടികളതിലതിശയമാണ്ടു മഹിമയണിഞ്ഞോൾ ഞാൻ ധന്യ. വിരലിന്മേൽ മേരേ തങ്ങൾ മോതിരമായൻ പേർ കേകി. താതനികേടം ഞാൻ ഓതി വിട്ടിടാം ഞാൻ പോകാതെ. ദൈവത്താൽ നീതീകരിക്കപ്പെട്ട ഈ സാക്ഷ്യത്തിനായി ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ, നിങ്ങളുടെ ബുദ്ധിമുട്ടിന് 30, 60, 100 ഇരട്ടിയായി അവിടുന്ന് പ്രതിഫലം നൽകുമാറാകട്ടെ. എപ്പോഴും നിങ്ങൾക്ക് നന്മകൾ നൽകുമാറാകട്ടെ. നമ്മുടെ കർത്താവിൻ്റെ ശ്രീബ രാവും പകലും നിങ്ങളോടുകൂടെ സ്ഥിതി ചെയ്ത് ദുഷ്ടനിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ഇടവകയുടെ വികാരി ബഹുമാനപ്പെട്ട സണ്ണി വർഗീസ് അച്ഛൻ, ബഹുമാനപ്പെട്ട TP കുര്യനച്ഛൻ, മറ്റ് വൈദിക സഹോദരങ്ങളെ, ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന ബന്ധുമിത്രാദികളെ, സ്നേഹിതരെ, സുഹൃത്തുക്കളെ, നമ്മുടെ മുമ്പിൽ ഇന്ന് 2 പുതിയ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളുണ്ട്. അത് റോസനും ജെയ്മിയുമാണ്. ഇവർക്ക് വേണ്ടിയാണ് നാം ഇന്നിവിടെ കൂടി വന്നിരിക്കുന്നത്. നാം കൂടി വന്നതിൻ്റെ പ്രധാന കാരണം ഇവർ 2 പേരുമാണ്. ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അതോടൊപ്പം പരസ്പരം വന്നു ചേർന്നിരിക്കുന്ന അതിഥികളൊക്കെ ഇങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ നടക്കുമ്പോഴാണ് ഇന്നത്തെ കാലത്ത് ഒത്തുചേരുവാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നത്. അതുകൊണ്ട് പരസ്പരം സന്തോഷം പങ്കിടുവാനും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുമുള്ളൊരു നല്ല ദിവസമായി ഈ ദിവസത്തെ നമുക്ക് കാണുവാനിടയാകട്ടെ. ഈ പവിത്രമായ ദേവാലയത്തിൽ ഒരു പവിത്രമായ ആരാധനയിൽ കൂടിയാണ് ഇവർ ഇന്ന് ഒന്നാകുന്നത്. ഇന്നത്തെ കാലം നോക്കിയാൽ ഇങ്ങനെയൊന്നുമല്ല വിവാഹം നടക്കേണ്ടത് എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. മറ്റനേക രീതിയിൽ ഇന്ന് വിവാഹങ്ങൾ നടക്കുന്നുണ്ട്. ഇതിനേക്കാൾ ആഡംബരമായി ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ ആമുഖത്തിൽ ഓർപ്പിച്ചതുപോലെ ആഘോഷമായി ഇന്ന് കൂദാശകൾ മാറുകയാണ്. കൂദാശകളെന്ന് പറഞ്ഞ് ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കാനുള്ള മാർഗങ്ങളാണെന്നുള്ള ബോധ്യം നഷ്ടപ്പെട്ടിട്ട് ഇന്ന് ആഘോഷങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ ആരെങ്കിലും ഇങ്ങനെയൊന്നുമല്ല വിവാഹം നടക്കേണ്ടത് എന്ന് ചിന്തിച്ചാൽ തെറ്റ് പറയാൻ തക്കവണ്ണം കഴിയുകയില്ല. എന്നാൽ നമ്മൾ ഇങ്ങനെ നടത്തുകയുള്ളൂ എന്നുള്ളതാണ് നമ്മുടെ പ്രത്യേകത. ഇങ്ങനെയാണ് നടക്കേണ്ടത്, നമ്മുടെ നിർബന്ധമാണ്. ദേവാലയത്തിൽ പൗരോഹിത്യത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട്, ബലിപീഠത്തിൽ മുമ്പിൽ നിന്നുകൊണ്ട്, ക്ഷണിക്കപ്പെട്ട അതിഥികളുടെ മുമ്പിൽ നിന്നുകൊണ്ട്, പരിശുദ്ധ ഏവൻഗേലിയൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട്, സ്ലീബായുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഇങ്ങനെയൊക്കെ മാത്രമേ നടത്തുവാൻ തക്കവണ്ണം നാം ആഗ്രഹിക്കുന്നുള്ളൂ. അവിടെയാണ് നമ്മുടെ സവിശേഷത. ആഘോഷങ്ങളെക്കാൾ അപ്പുറമായി കൂദാശയ്ക്ക്, ദൈവിക സാന്നിധ്യത്തിന് നാം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ശുശ്രൂഷ എന്ന് ഓർപ്പിക്കട്ടെ. മലങ്കര സഭയുടെ ആരാധനാക്രമം നോക്കിക്കഴിഞ്ഞാൽ ഇത്ര സുന്ദരമായ വാക്കുകൾ ഉപയോഗിക്കുന്ന മറ്റൊരു കൂദാശ ഉണ്ടെന്ന് തോന്നുന്നില്ല. അനുഗ്രഹങ്ങൾ വാരിച്ചൊരിയുന്ന വാക്കുകളാണ്. സൗഭാഗ്യങ്ങൾ, അനുഗ്രഹങ്ങൾ, ഭാവി ജീവിതത്തിലേക്കുള്ള നല്ല ആശംസകളൊക്കെ നിറപടിയായി പിതാക്കന്മാർ എഴുതി ചേർത്തിരിക്കുന്ന ഒരു കൂദാശയാണ് വിവാഹ കൂദാശ. ഞങ്ങളുടെ സന്തോഷത്തിൻ്റെ ആരംഭം, ആനന്ദത്തിൻ്റെ പൂർത്തീകരണം നീ മുഖാന്തരവും നിന്നിൽ കൂടി ആയിത്തീരണമെന്ന് പറഞ്ഞുകൊണ്ടാണ് കൂദാശയുടെ ആദ്യത്തെ പ്രാർത്ഥന തന്നെ. ദൈവമേ, നിന്നിൽ കൂടിയാകണം ഞങ്ങളുടെ സന്തോഷത്തിൻ്റെ ആരംഭവും ആനന്ദത്തിൻ്റെ പൂർത്തീകരണവും. സന്തോഷം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ഹാപ്പിനെസ് എന്ന് പറയും. നമുക്കൊരു പക്ഷേ എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിച്ചാൽ പോലും നമുക്ക് സന്തോഷം കിട്ടാറുണ്ട്. എന്നാൽ ആനന്ദം എന്ന് പറയുന്നത്
ആ ഭക്ഷണം കഴിച്ചു, അതിൻ്റെ രുചി മാറിക്കഴിയുമ്പോൾ നമ്മുടെ സന്തോഷം അവസാനിച്ചു. എന്നാൽ ആനന്ദം, ജോയ് എന്ന് പറയുന്നത് ഇറ്റ്സ് എറ്റേണൽ. ഇതുകൊണ്ട് പിതാക്കന്മാർ പറയുന്നു, ഇനിയും ടെമ്പറലായിട്ടുള്ള താൽക്കാലികമായിട്ടുള്ള സന്തോഷമാണെങ്കിലും നിത്യമായ ആനന്ദമാണെങ്കിലും അത് നിന്നിൽ കൂടിയും നീ മുഖാന്തരവും ആയിത്തീരണം. അതുകൊണ്ടാണ് ഇവിടെ ദേവാലയത്തിൽ പുരോഹിതന്മാരുടെ സാന്നിധ്യത്തിൽ പരിശുദ്ധ ഏവൻഗലിന് മുമ്പിൽ നിന്നുകൊണ്ട് ഈ മക്കൾ ഒന്നാകുവാൻ തക്കവണ്ണം തീരുമാനിച്ചിട്ടുള്ളത്. ഈ രണ്ടുപേരെ സംബന്ധിച്ചും ഒരുപാട് ആലോചനകൾ നടന്നിട്ടുണ്ടാകാം. നമ്മളൊരുപാട് സ്യൂട്ടബിലിറ്റീസ് നോക്കിയുണ്ടാക്കും. ഇവർ തമ്മിൽ ചേരാൻ തക്കവണ്ണം ചില കാരണങ്ങൾ, ഇന്ന് വിദ്യാഭ്യാസം, സൗന്ദര്യം, കുടുംബ മഹിമ, ധനം, മറ്റ് ഒരുപാട് സാഹചര്യങ്ങൾ നമ്മൾ നോക്കിയിട്ടുണ്ടാകാം. പക്ഷേ ഈ സാഹചര്യങ്ങളെല്ലാം കൂടെ ഒത്തുവന്നുവെന്ന് നമുക്ക് വിശ്വസിക്കാൻ ഒക്കുകയില്ല. എന്നാൽ ദൈവം എന്തുകൊണ്ട് ഇവരെ ഒന്നാക്കി? നാം മനുഷ്യൻ ചിന്തിക്കുന്ന എല്ലാ സ്യൂട്ടബിലിറ്റീസും ഒന്നായി ഇവരിൽ കാണുവാൻ തക്കവണ്ണം പ്രയാസമാണെങ്കിലും ഇവരെ എന്തുകൊണ്ട്, ഇവർ റോസനും ജെയ്മി എന്തുകൊണ്ട് എന്ന് ചോദിക്കുമ്പോൾ അവിടെയാണ് ദൈവം. ഇവരെ യോജിക്കാൻ പറ്റുകയുള്ളൂ എന്ന് ദൈവത്തിൻ്റെ നിശ്ചയമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളോട് എനിക്ക് പറയാനുള്ളത്, ഒന്ന്, നിങ്ങളെ യോജിപ്പിച്ച ദൈവമാണെന്ന് ഓർക്കുക. മറ്റൊരു സാഹചര്യങ്ങളുമല്ല. മനുഷ്യൻ്റെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, പക്ഷേ നിങ്ങളെ ഇന്ന് യോജിപ്പിച്ചത് ദൈവം ആണെന്നുള്ള ബോധ്യം നിങ്ങളുടെ ജീവിതത്തിൽ അത് രൂഢമൂലമുണ്ടാകണം. ആ ഒരു വിശ്വാസത്തിലായിരിക്കണം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ കെട്ടിപ്പടുക്കേണ്ടത്. വിവാഹ കുദാശയുടെ ക്രമത്തിൽ അതിൽ സുറിയാനിയിൽ എഴുതിയിരിക്കുന്നൊരു വാക്കുണ്ട്. അതിൻ്റെ തലക്കെട്ടായിട്ട് എല്ലാ പേജിൻ്റെയും താഴെ മേളിലുണ്ട്. സുവോഗോ എന്ന് പറയുന്നൊരു വാക്കാണ്. സുവോഗോ സുറിയാനിയിൽ ആ വാക്കിൻ്റെ അർത്ഥം നുകം വയ്ക്കുക എന്നതിൻ്റെ അർത്ഥം. വിവാഹ കൂദാശ ഒരു നുകം വയ്ക്കലാണ്. ആദിയിൽ ദൈവം ഒന്നിനെ രണ്ടാക്കി, പുരുഷനിൽ നിന്നും അവൻ്റെ വാരിയിലെടുത്തൊരു സ്ത്രീയെ സൃഷ്ടിച്ച് രണ്ടാക്കി അവന് സന്തോഷം കൊടുത്തെങ്കിൽ ഇന്ന് രണ്ടിനെ ഒന്നാക്കുന്ന കൂദാശയ്ക്കാണ് നാം എല്ലാവരും ഇവിടെ വന്നു ചേർന്നിരിക്കുന്നത്. പ്രിയപ്പെട്ട മക്കളെ, ഞാൻ പറഞ്ഞല്ലോ, ഒന്ന്, ദൈവമാണ് നിങ്ങളെ ഒന്നാക്കിയിരിക്കുന്നത്. ഈ ജീവിതത്തിൽ ഇനിയും സൗഭാഗ്യങ്ങൾ എല്ലാവരും പറയും. ഇന്ന് വിവാഹം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ആശംസകൾ നേരുന്ന ആളുകളുണ്ടാകും. ലോകത്തിൻ്റെ പതിവ് അതാണ്. എന്നാൽ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. കണ്ണീരും പ്രയാസവും ഒന്നുമില്ലാത്ത, എപ്പോഴും ചിരിയും സന്തോഷവും മാത്രമാണ് ഇനി ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. തെറ്റിദ്ധരിക്കരുത്. പുരോഹിതന്മാരുടെ കയ്യിൽ നിങ്ങളുടെ തലയിലേക്ക് വയ്ക്കപ്പെടുന്ന കിരീടം, ആ കിരീടം വിശുദ്ധ സ്ലീബായാണ്. സ്ലീബ അത് കഷ്ടതയിൽ കൂടിയുള്ള വിജയത്തിൻ്റെ ചിഹ്നമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകും. കണ്ണീരിൻ്റെ അനുഭവങ്ങളുണ്ടാകാം, സന്തോഷത്തിൻ്റെയും സന്താപത്തിൻ്റെയും അനുഭവങ്ങളുണ്ടാകാം. പക്ഷേ ഒന്നാക്കിയവൻ ദൂരെ നിങ്ങളോടൊപ്പം മാറി നടക്കുന്നുണ്ട് എന്നുള്ള ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാകണം. സങ്കീർത്തനക്കാരൻ അതുകൊണ്ടാണ് പറയുന്നത്, ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. ബാലസിംഹം അതിൻ്റെ യൗവനത്തിൽ അത് ഏത് ഇരയും ചാടി പിടിക്കാൻ തക്കോണം കഴിവുള്ള, അത് പട്ടിണി കിടക്കേണ്ട കാര്യം, കാരണം അത്ര ബലമുള്ളതാണ്. അതിന് ഇര കിട്ടാതിരിക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. പക്ഷെ അതുപോലും പട്ടിണി കിടക്കേണ്ടി വരും. ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കും, പക്ഷേ യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. അതുകൊണ്ട് ദൈവത്തെ അന്വേഷിച്ച് ദൈവത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് നിങ്ങളുടെ കുടുംബജീവിതത്തെ കെട്ടിപ്പടുക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് കൃപ നൽകട്ടെ. വന്നു ചേർന്നിരിക്കുന്ന എല്ലാ വൈദികരുടെയും പേരിൽ, വിശ്വാസികളുടെയും പേരിൽ എല്ലാ പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സഭ
വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാലേ ദാസരെ വാഴ്ത്തീ ദേവാ. ദയ ചെയ്തിടണമേ യാക്കോബിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാലേ ദാസരെ വാഴ്ത്തീ ദേവാ. ദയ ചെയ്തിടണമേ പാർക്കുമോ. സുബ്ഹാന വറോൽ റൂഹു ഖദീശു. ഓലം വാദാമുൽ ഓലം വൽമീനാമി. നസ്രനിൽ യൗസേപ്പിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാലേ ദാസരെ വാഴ്ത്തീ ദേവാ. ദയ ചെയ്തിടണമേ. ബർഖുമോർ കർത്താവേ, പരസ്പരം ബന്ധിതരായിരിക്കുന്ന ഈ ദാസരെ നിന്റെ നൽവരങ്ങളുടെ ഐശ്വര്യത്താൽ ശ്രേഷ്ഠരാക്കുകയും നിന്റെ ദാനങ്ങളാൽ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്റെ ദിവ്യകൽപ്പനകളിൽ നിന്നുള്ള ആനന്ദം കൊണ്ട് ഇവരെ നിറയ്ക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, സന്തോഷോല്ലാസങ്ങളോടുകൂടി അവർ നിനക്ക് സ്തുതി പാടുകയും തിരുസന്നിധിയിൽ ആഹ്ലാദിക്കുകയും ചെയ്യുമാറാകണമേ. ബർഖുമോ ഹോശോ വബുഖുൽ അസ്മാൽ വൽമിൻ. മോദിക്കട്ടെ പരംനാഥ ഹല്ലേലൂയ ഹല്ലേലൂയ. നിൻ ശക്തിയിലും രക്ഷയിലും കൃപതി നല്ലവരം നിൻ മുൻപിറവനീ. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹിമാവിൻ മുടിചൂടി തലയിൽ പാർക്കുമോ. സുബ്ഹാന ബോല ബറുവൽ റൂഹു ഖദീശു. ഓലം മാതാമുൽ ഓലം വൽമീനാമി. മണവറയിൽ സ്വർഗ്ഗത്തിൽ സഭയിൽ നിൻ കാന്തൻ സ്ഥാപിച്ച വാഗ്ദത്തം പോൽ സ്വർഗ്ഗമീമും സുൽത്താനെന്ന ഭൈരയർക്കോ ശിവരേക്കാൾ നിന്നെ മേലാക്കി. സ്തുതിയും സ്തോത്രവും പ്രാഭവും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല ഉന്നതിയും നിത്യവും ഇടപെടാതെ കരയേറ്റുവാൻ നാഥാ ഞങ്ങൾ യോഗ്യരായി തീരണമേ. ഉണ്ടായിരുന്നവനും ഇപ്പോഴുള്ളവനും എന്നേക്കും നിൽക്കുന്നവനുമായ സ്വയംഭൂവും മാലാഖമാർ തൻ്റെ സിംഹാസന ചുറ്റും നിന്നുകൊണ്ട് തനിക്ക് ആരാധന അണയ്ക്കുന്ന അനാദ്യന്ത വചനവും തൻ്റെ ബഹുലമായ കരുണ നിമിത്തം ഞങ്ങളെല്ലാവരുടെയും മേൽ ദൈവം തോന്നി തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ തിരികെ വരുത്തുകയും തന്നിൽ നിന്ന് അന്യമായി പോയിരുന്ന ഞങ്ങളുടെ പ്രകൃതത്തെ സ്നേഹപൂർവ്വം തന്നോട് സമീപിക്കുകയും ചെയ്ത മഹോന്നതനും ഏതൊരു തത്വജ്ഞാനിക്കും താർക്കികനും തൻ്റെ തത്വത്തെ ആരാധിക്കുവാനല്ലാതെ പരിശോധിക്കുവാനോ ആരാഞ്ഞറിയുവാനോ കഴിയുന്നില്ല എന്നുള്ളവനും അധികാരികൾക്ക് കിരീടം നിർമ്മിക്കുന്നവനും തന്നാൽ അഴിക്കപ്പെടുന്നതെല്ലാം അഴിക്കപ്പെട്ടും ബന്ധിക്കപ്പെടുന്നതെല്ലാം ബന്ധിതമായും ഇരിക്കുന്നവനും തൻ്റെ വല്ലഭത്വത്തിൻ്റെ മഹിമയ്ക്കായി മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷ കിരീടങ്ങളെ പ്രദാനം ചെയ്യുന്നവനുമായ കർത്താവിന് സ്തുതി. അവിടുത്തെ ദാസരുടെ കിരീടങ്ങൾ ആശീർവദിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബുകുലപൂന്യമോ സോദഹായ ലവൽ സുന്ദരികളിലതിസുന്ദരി നീ, ജാതികളിൽ സൂനു നൃപതിശലോമോ വിമല സഭി നിന്നെ ലാളിപ്പൂ നിന്നധരങ്ങൾ മധുവർഷിക്കുന്നു വസന
സുഗന്ധം നീ സർവസുവസനം സഭയെ സകലവിധം സുഭുഗി നീ കരതീണ്ടാത്തോ ശ്രീമായി വന്ദിപ്പതിന രാജവാശിക ഹല്ലേലൂയ ആകുന്നു നിന്നെ പാർക്കുമോ ശുഭഹോല ബോല ബറോവൽ റൂഹോ കാദീശോ ഹല്ലേലൂയ സഭയോടും നിന്നെ മൂന്ന് കോട്ടകൾ ചുറ്റുന്നു വഞ്ചകനാം ദുഷ്ടാത്മാവിൻ ഉള്ളിൽ പൂകീഴ ബന്ധിച്ചവയ അന്യോന്യം പൂർണ്ണം കോട്ടകളിടയിൽ സ്ഥാനമീവ പാർത്ത താരസുധാമനരൂഹായ ഏകത്വം ത്രിത്വം മഹിമയഴും മണവാട്ടി സമം മാധ്യമീവും നീ ഹല്ലേലൂയ ഓ ഹല്ലേലൂയ നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ നാമത്തിൽ സർവദാ സർവത്തിനു വേണ്ടി പിതാവായ ദൈവത്തെ സ്തുതിക്കുകയും മശിഹായിലുള്ള സ്നേഹത്താൽ പരസ്പരം കീഴ്പ്പെടുകയും ചെയ്യുവേൻ. സ്ത്രീകളെ നമ്മുടെ കർത്താവിനെ എന്ന പ്രകാരം നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിപ്പീൻ. എന്നാൽ മശിഹാ സഭയുടെ തലയും ശരീരത്തിൻ്റെ രക്ഷിതാവാകുന്ന പ്രകാരം ഭർത്താവ് ഭാര്യയുടെ തലയാവുന്നു. സഭ മശിഹായ്ക്ക് കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും ഓരോരോ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെടണം. ഭർത്താക്കന്മാരെ മശിഹ തന്റെ സഭയെ സ്നേഹിക്കുകയും അവളെ വിശദീകരിക്കുവാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്ത പോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശദീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണ്ണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ സ്വന്തം ശരീരങ്ങളെ എന്ന പോലെ ഭാര്യമാരെ സ്നേഹിക്കേണ്ടതാകുന്നു. എന്നാൽ തൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാകുന്നു സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ ദ്വേഷിക്കുന്നില്ലല്ലോ. പിന്നെയോ മശിഹാ സഭയ്ക്ക് വേണ്ടി എന്ന പോലെ അതിനെ പോഷിപ്പിക്കുകയും അതിനു വേണ്ടി ഉത്സാഹിക്കുകയും ചെയ്യുന്നു. നാം അവിടുത്തെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ഈ കാരണത്താൽ പുരുഷൻ തൻ്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് തൻ്റെ ഭാര്യയോട് ചേരും. അവരിരുവതും ഏക ശരീരമായി തീരുകയും ചെയ്യും. വടക്കത്തോടും ഭയത്തോടും വടക്കത്തോടും ചെവി കൊടുത്താം നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധ ഏവങ്കേലിയോളിലെ ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. ബറക്കുമോർ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനോടുകൂടി ദൈവമായ കർത്താവ് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. ജീവൻ നൽകുന്ന പ്രഖ്യാപനമായ നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും ഘോഷിക്കുന്ന വിശുദ്ധ മത്തായി ശ്ലീഹായുടെ രക്ഷാ സുവിശേഷത്തിൽ നിന്ന് വന്നവന് വരുവാനിരിക്കുന്നവന് വാഴ്ത്തപ്പെട്ടവരാകുന്നു. നമ്മുടെ രക്ഷയ്ക്ക് തന്നെ സ്തുതികളും നാം എല്ലാവരുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കന്യമറിയാം ജഡം ധരിച്ച് ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായ യേശുമിശിഹായുടെ മനുഷ്യാവതാര വ്യാപാര കാലങ്ങളിൽ വിപ്രകാരം സംഭവിച്ചു. അങ്ങനെ ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. യേശു തമ്പുരാൻ ഗലീലയിൽ നിന്ന് യാത്ര പുറപ്പെട്ട് യോർദാൻ മറുകരയിൽ യഹൂദിന്റെ അതിർത്തിയിലെത്തി. ജനസമൂഹങ്ങൾ അദ്ദേഹത്തെ അനുഗമിക്കുകയും അവിടെ വെച്ച് അവരെ സുഖപ്പെടുത്തുകയും ചെയ്തു.
അനന്തരം പരീക്ഷാർത്ഥം പരീക്ഷന്മാരടുത്തുവെന്ന് ഏതൊരു കാരണത്താലെങ്കിലും ഒരുത്തന് തൻ്റെ ഭാര്യയെ പിരിച്ചുവിടുവാൻ ന്യായമുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട് ഉത്തരം പറഞ്ഞു, ആദിയിൽ സൃഷ്ടാവ് ആണും പെണ്ണുമായി മനുഷ്യരെ സൃഷ്ടിച്ചു. ആയതുകൊണ്ട് പുരുഷൻ തൻ്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കുകയും അവരിരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യുമെന്ന് അവിടുന്ന് കൽപ്പിച്ചുവെന്നും നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടല്ല ഒരു ശരീരമാകുന്നു. അതുകൊണ്ട് ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യർ വേർപിരിക്കരുത്. അവർ അദ്ദേഹത്തോട്, അങ്ങനെയെങ്കിൽ മോചനപത്രം കൊടുത്ത് അവളെ പിരിച്ചുവിടുവാൻ മോശ കൽപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട് പറഞ്ഞു, മോശ നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തം ഭാര്യമാരെ പിരിച്ചുവിടുവാൻ നിങ്ങളെ അനുവദിച്ചു. എന്നാൽ ആദിയിൽ അങ്ങനെയായിരുന്നില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, വ്യഭിചാര കുറ്റം കൊണ്ടല്ലാതെ സ്വഭാര്യ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നത് വ്യഭിചാരമാണ്. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നതും വ്യഭിചാരം തന്നെ. ശിഷ്യന്മാർ അദ്ദേഹത്തോട്, ഭാര്യ ഭർത്താക്കന്മാരുടെ പരസ്പര സ്ഥിതി ഈ വിധം കുറ്റകരമെങ്കിൽ വിവാഹം ചെയ്യുന്നത് നല്ലതല്ലല്ലോ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, വരം ലഭിച്ചവനല്ലാതെ എല്ലാവരും ഈ വചനം ഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ജന്മനാ ഷണ്ണന്മാരായിട്ടുള്ളവരുണ്ട്, മനുഷ്യരാൽ ഷണ്ണന്മാരാക്കപ്പെടുന്നവരുമുണ്ട്, സ്വർഗരാജ്യ നിമിത്തം തങ്ങളെ തന്നെ ഷണ്ണന്മാരാക്കുന്നവരുമുണ്ട്. ഗ്രഹിക്കുവാൻ കഴിയുന്നവർ ഗ്രഹിക്കട്ടെ എന്ന് നമ്മുടെ കർത്താവ് കൽപ്പിച്ച് അരുൾ ചെയ്തു. ബാർക്കുമോർ നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഭവിക്കട്ടെ. ബാർക്കുമോർ പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ ഈ കിരീടങ്ങളും വിഭവിക്കപ്പെടുന്ന ശിരസ്സുകളും എന്നേകം ആശീർവദിക്കപ്പെട്ട് പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു. വാനീന്നുടയോൻ കയ്യാ മകുടം ഘോഷമിറങ്ങുന്നു, മണവാളനെ ആചാര്യൻ അണിക്കും മകുടം രമ്യം. അമ്പാലിംഗം നൽകാൻ മുടിയ മണവാളനും മണവറയാൻ മണവാട്ടിക്കും. ക്ലീനോവീതേതു മോറാൻ മെൻസ്മായോ സോയാഹനോഹേസ് ലഹസിനോയോയേ ക്ലീലോ ദക്കഹനോ സോയേ ബറീശേ. ദമ്പതികൾ രചിതം മകുടം പാരം രുചിരം. വാനീന്നുടയോൻ കയ്യാൻ മകുടം ഘോഷമിറങ്ങുന്നു, മണവാളനെ ആചാര്യൻ അണിക്കും മകുടം രമ്യം. ശാശ്വതശാലാധീശ സത്യമണാള ശീഘ്രം സവിതമണങ്ങീടണമേ സതതം സന്തോഷിക്കാം. കർത്താവ് നിന്നെ നീതിயின் കിരീടം ധരിപ്പിക്കുകയും അക്ഷയമായ അലങ്കാരങ്ങളാൽ അലങ്കരിക്കുകയും ശത്രുവിന്റെ സർവശക്തിക്കും എതിരായി അജയമായ ആയുധം ധരിപ്പിക്കുകയും ചെയ്യട്ടെ. വാനീന്നുടയോൻ കയ്യാൻ മകുടം ഘോഷമിറങ്ങുന്നു, മണവാട്ടിയെ ആചാര്യൻ അണിക്കും മകുടം രമ്യം. അമ്പാലിംഗം
നൽകാൻ മുടിയാൻ മണവാളനും മണവറയാൻ മണവാട്ടിക്കും വാനീന്നുടയോൻ കയ്യാൻ മകുടം ഘോഷമിറങ്ങുന്നു മണവാട്ടിയെ ആചാര്യൻ അണിക്കും മകുടം രമ്യം മഹിതാചാര്യന്മാരാ ദമ്പതികൾക്ക് ഇടുവാൻ മഷിതാനൃപനാ രചിതം മകുടം പാരം രുചിരം വാനീന്നുടയോൻ കയ്യാൻ മകുടം ഘോഷമിറങ്ങുന്നു മണവാട്ടിയെ ആചാര്യൻ അണിക്കും മകുടം രമ്യം മണവാളൻ തൻ മകുടം തിരുമുൾമുടിയോട് സദൃശ്യം മണവാട്ടിയുടെ മകുടം സതിമാർമുടിയോട് സദൃശ്യം നീതിയും കിരീടവും അക്ഷയഭംഗിയുള്ള അലങ്കാരങ്ങളും കർത്താവ് നിന്നെ ധരിപ്പിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതികരേറ്റിക്കൊണ്ട് ആയുഷ്കാലം മുഴുവനും സന്തോഷിക്കുവാൻ നിനക്കിടയാവുകയും ചെയ്യട്ടെ. ഓശോ വബകുല സുബ്ഹാൻ ലൗൽ മീ. ചിഹ്നം താൻ സ്ലീബ വിജയ കൊടിത സ്ലീബ നമ്മെ രക്ഷിച്ചിടും സ്ലീബായി പുകഴുന്നു നാം. മനുഷ്യ ജീവിതത്തിൽ സന്തോഷിക്കുന്നവനായ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രീതിപ്പെട്ട് നിങ്ങളുടെ ബന്ധത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗീയ മണവാളനായ മശിഹ യഥാർത്ഥമായ തൻ്റെ മണവാളത്വത്താൽ നിങ്ങളുടെ മണവാളത്വത്തിന് മുദ്രയിടട്ടെ. മശിഹ തൻ്റെ സഭയിൽ എന്ന പോലെ നിങ്ങൾ അന്യോന്യം സന്തോഷിക്കുമാറാകട്ടെ. കരുണയുള്ള വലതുവെന്ന് നിങ്ങളിൽ ആവസിച്ച് എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാന ദൂതൻ നിങ്ങളോടുകൂടി ഇരുന്ന് ആകൽക്കറുസായുടെ വഞ്ചനയിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ. മരണകരമായ അസൂയയിൽ നിന്ന് ദൈവം നിങ്ങളെ കാത്തുകൊള്ളുകയും നിങ്ങളെ പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസഹാക്കിലും ഇസഹാക്ക് യാക്കോബിലും യാക്കോബ് യൗസേപ്പിലും സന്തോഷിച്ച പ്രകാരം നിങ്ങൾക്കും സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. നിങ്ങൾ വർദ്ധിച്ച് പെരുകി ഭൂമിയിൽ നിറയുകയും എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നോഹിനും മക്കൾക്കുമായി നൽകിയ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ദൈവം അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും നൽകിയതായ അനുഗ്രഹവും നിങ്ങളിൽ വസിക്കട്ടെ. ആകാശത്ത് നിന്ന് വരുവഞ്ഞു ഭൂമി ഉൽപ്പാദിപ്പിക്കുന്ന സർവ്വ സൽഫലങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. നിന്റെ പിതാവിൻ്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് നിന്റെ പുത്രനായ യൗസേപ്പിന് നൽകിയതായ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ഇഷ്ടം ആചരിക്കുകയും ചെയ്തിട്ടുള്ള അനുഗ്രഹം നിങ്ങളിലും ഈ വന്യ പട്ടക്കാരുടെ കൈകളാൽ നിങ്ങളുടെ തലയിൽ വയ്ക്കപ്പെട്ടതായ കിരീടങ്ങൾ വസിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ എല്ലാ ജാതികളും സന്തോഷിച്ച് മഹത്വം പാടുമാറാകട്ടെ. ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പാദ്യങ്ങൾ കൊണ്ടും സർവ്വവിധ സൗഭാഗ്യങ്ങൾ കൊണ്ടും ദൈവം നിങ്ങളെ സമ്പന്നരാക്കുകയും ആ പാപിനിയോടെന്നപോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്യട്ടെ. വലതുഭാഗത്തെ കള്ളനെ പോലെ അനുതാപത്താൽ നിങ്ങളും സ്വർഗരാജ്യ അവകാശികളായി ഭവിക്കട്ടെ. നാം എല്ലാവരുടെയും മരിച്ചുപോയർ പാവപരിഹാരം പ്രാപിക്കുകയും ചെയ്യട്ടെ. മിസ്രയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്യുവാനായി സീനായി മലയിൽ ഇറങ്ങി വന്ന മഹോന്നതൻ നിങ്ങളെയും നമ്മുടെ ഈ സംഘം മുഴുവനെയും അനുഗ്രഹിക്കുമാറാകട്ടെ.
മുദ്രിതമാക്കി പീഡകളാൽ അടിമ വിടർത്തി സ്വർഗ്ഗത്തിൽ പന്തിലെന്നെ നീയേറ്റി നാളും മാസവും വാഴ്ത്തും ഞാൻ പാപപ്പാഴിരുളിൽ പോയി നിൻ ജീവധ്വനി കേട്ടപ്പോൾ കണ്ണുകളിൽ ഞാനെത്തിച്ചേ ഒഴിയോറാകെ മേലയോ കർത്താവേ നീ ആർദ്രത നിറയും വാതിൽ തുറന്നീ പ്രാർത്ഥന കേട്ടിട്ടാത്മാക്കളിൽ ഉണ്ടാകേണം നാമം ചൊന്നി ദമ്പതികൾക്കായി വരമീകീണം തേജോലോകൻ ഇവരുടെ കാലം ശുഭമാകീണം സ്തുതി പാടാം കിന്നരമേന്തി സ്തോത്രം ചെയ്യുവാൻ എൻ കർത്താവേ ഇവരുടെ വായ്കളെ വാഴ്ത്തിയിടേണം സർവം കേട്ടിട്ടഭ്യർത്ഥനയെ കൈക്കൊള്ളുവോനേ പ്രാർത്ഥന കേട്ടിട്ടാത്മാക്കളിൽ കൃപ ചെയ്യണം. പറക്കുമോർ വാത്സല്യ സഹോദരങ്ങളെ, നാം എല്ലാവരും ദൈവത്തിൽ സന്നിഹിതരായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ വിശ്വാസികളെ പ്രബോധിപ്പിക്കുകയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്നവർ സത്യത്തിലും നീതിയിലും സൽപ്രവൃത്തികളും താല്പര്യമുള്ളവരും നല്ല കാര്യങ്ങൾ ഉത്സാഹികളുമായിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുമെന്ന പാരമ്പര്യം നമുക്കുണ്ട്. ഇത് വിശുദ്ധ പിതാക്കന്മാരിൽ നാം പ്രാപിച്ചിട്ടുള്ളതും ബഹുമാന്യനായ പൂർവ്വന്മാർ നമ്മെ ഭരമേൽപ്പിച്ചിട്ടുള്ളതുമാണ്. മക്കളെ, ഇപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ സിംഹാസനമായ ജീവമേശയുടെയും സ്ലീബായുടെയും എടുപ്പുള്ള എവൻഗേലിയോന്റെയും ഈ ജനക്കൂട്ടത്തിന് മുമ്പാകെയാണ് നിൽക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിപ്പീൻ. ഹൃദയവിചാരങ്ങൾ അറിയുന്നവന്റെ സന്നിധിയിലാകുന്നു, അറിയാത്തവന് മുമ്പാകെയല്ല നിങ്ങൾ നിൽക്കുന്നതെന്ന്. ഇതാ ഈ സമയം മുതൽ ഞാൻ നിങ്ങളെ പരസ്പരം ഭരമേൽപ്പിക്കുന്നു. എനിക്ക് നിങ്ങൾക്കുമിടയിൽ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിലും ഞാൻ നിരപരാധിയായിരിക്കും. പട്ടക്കാരിലും ശമാശന്മാരിലും വിശ്വാസികളാ ജനത്തിലും മണവാളിലും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും കരുണയും വന്ന് സമൃദ്ധിയായി ആവസിക്കുമാറാകട്ടെ. അനുഗ്രഹീതിയായ മാതാവും ദൈവജനനിയുമായ വിശുദ്ധ കന്യകമറിയാം അമ്മയുടെയും നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാൽ കർത്താവ് യേശുമിശിഹായുടെ വലത്തെ എന്നേക്കും നിങ്ങളിൽ ആവസിക്കുമാറാകട്ടെ. വീണ്ടും വിശ്വാസികളെ, ഈ കൽപ്പനകൾ നിങ്ങൾക്ക് എല്ലാവർക്കുമായിട്ടാവുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. നിങ്ങൾ ഓരോരുത്തരും അവനവൻ്റെ ഭാര്യയോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് നല്ലവണ്ണം ശ്രദ്ധിപ്പീൻ. ഭാര്യ സ്വന്തം ആളുകളെ വെടിഞ്ഞ് ഭർത്താവുമായി ചേർന്ന് ഒന്നായി തീർന്നിരിക്കുന്നു. ആകയാൽ ഭർത്താവ് ഭാര്യയെ പ്രീതിപ്പെടുത്തുകയും അവളോട് ദയവുള്ളവനായിരിക്കുകയും ചെയ്യണം. ഭർത്താവ് നഗ്നനായിരുന്നാലും ഭാര്യയ്ക്ക് ധരിപ്പാൻ നൽകണം. സ്വപ്രാണനെ പോലെ ഭാര്യ ഭർത്താവിനോട് വർത്തിക്കണം. ഭർത്താവ് വിശന്നിരുന്നാലും ഭാര്യയ്ക്ക് ഭക്ഷണം നൽകണം. ഭർത്താവ് ദാഹിച്ചിരുന്നാലും ഭാര്യയ്ക്ക് കുടിക്കുവാൻ നൽകണം. ഭാര്യയും ന്യായമായ പ്രകാരം ഭർത്താവിൻ്റെ പരിചരണം നിർവഹിക്കുവാൻ കടപ്പെട്ടുകൊള്ളാവുന്നു. എല്ലാ കാര്യങ്ങളിലും സ്നേഹത്തോടും പ്രേമത്തോടും കൂടി ഭാര്യ ഭർത്താവിൻ്റെ അടുക്കൽ വർത്തിക്കണം. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആകാശം ഭൂമി നിറഞ്ഞ കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ വിവാഹ ഉദാശം സംബന്ധിച്ച് നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങൾക്ക് നിങ്ങളുടെ വാങ്ങിപ്പവരുടെ ആത്മാക്കൾക്കും ആശ്വാസം നൽകുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമേ
ബലഹീനരായ ഞങ്ങളുടെ പ്രാർത്ഥന ഉന്നതമായ സിംഹാസനത്തിന് മുമ്പാകെ കേൾക്കപ്പെട്ടതും അംഗീകരിക്കപ്പെട്ടതുമാണ്. അച്ഛൻ ഓർമ്മിപ്പിച്ചതുപോലെ രണ്ടായ നിങ്ങളോട് സഭ പറയുന്നു, ഇനി നിങ്ങളൊന്നാണ്. ആ ഒരുമ എന്നും ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ ആശംസകളും വന്നിരിക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരുടെയും നാമത്തിൽ നിങ്ങളെ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ വന്ന എല്ലാ വൈദികരോടുമുള്ള നന്ദി ഈ തരുണത്തിൽ കുടുംബത്തിന് വേണ്ടി, ഇടവകയ്ക്ക് വേണ്ടി എല്ലാവരോടുമുള്ള എല്ലാ അച്ഛന്മാരോടുമുള്ള നന്ദി ഏറെ ആദരപൂർവ്വം സ്നേഹപൂർവ്വം അറിയിക്കുകയാണ്. അതോടൊപ്പം ഇവരുടെ ക്ഷണം സ്വീകരിച്ച് ബന്ധുമിത്രാദികളായി കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള നന്ദി, പ്രത്യേകിച്ച് ജെയ്മിയുടെ സ്ഥലത്ത് നിന്ന് ഇത്രയും ദൂരം താണ്ടി ഇവിടെ വന്നവരെ പ്രത്യേകം ഏറെ സ്നേഹത്തോടെ ഏറ്റവും ആദരപൂർവ്വം നിങ്ങളോടുള്ള നന്ദി കുടുംബത്തിന് വേണ്ടി, ദേവാലയത്തിന് വേണ്ടി, ഇടവകയ്ക്ക് വേണ്ടി ആദരപൂർവ്വം അറിയിക്കുന്നു.